വയനാട് ടൗൺഷിപ്പും ദുരന്തബാധിതർക്ക് നൽകുന്ന വീടും ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. വീട് വേണ്ടത്ര ഗുണനിലവാരമില്ലാതെയാണ് നിർമ്മിക്കുന്നത് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇത് എല്ലാവരുടെയും അഭിപ്രായമാണോ? അഭിപ്രായമല്ല എന്ന് മാത്രമല്ല, വിവാദമുണ്ടാക്കാൻ നേരത്തെ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ടൗൺഷിപ്പിനെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാട് തന്നെ ഞങ്ങളെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നു. പിന്നീട് വീണ്ടും അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. കേൾക്കാൻ നമുക്ക് അവരുടെ വാക്കുകൾ. കൈരളി ടിവിക്ക് നൽകിയ അഭിമുഖം. ആ ഒരു ചാനലിൽ ആ സ്മൃതി, ഞാൻ പേരെടുത്ത് തന്നെ പറയാണ്, സ്മൃതി ഞങ്ങളെ ആക്ഷേപിക്കുക ചെയ്തത്, അപമാനിക്കുക ചെയ്തത്, നാടകമാണെന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് ബോധമെന്നറിയോ? ഒന്ന് ഞാനാണ്. എൻ്റെ പെങ്ങളെ ഭർത്താവ് ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചതാണ്. ഇന്ന് വരെ പെങ്ങളെ ബോഡി വരെ കിട്ടിയിട്ടില്ല. ഒന്ന് ഞാനാണ്. പിന്നെ മറ്റ് കുടുംബങ്ങൾ നോക്കുകയാണെങ്കിൽ 20-ൽ കൂടുതൽ ആളുകൾ എൻ്റെയും വൈഫിൻ്റെയും കുടുംബത്തിൽ പോയിട്ടുണ്ട്. 9 വീട് പോയിട്ടുണ്ട്. കുടുംബത്തിലാണ് പറയുന്നത്. നേരിട്ട് എൻ്റെ പെങ്ങളും ഭർത്താവുമാണ് പോയിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, അച്ഛനും അമ്മയും ഒരു സഹോദരിയും നഷ്ടപ്പെട്ട് ഒരു മോൻ മാത്രം ബാക്കിയായ ഹാനി, അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാനി അതിലുള്ളതാണ്, ഈ സംഘത്തിലുള്ളതാണ്. പിന്നെ സൈന അറിയാലോ, ഇല്ല ഒന്നും അറിയില്ല, പഠിക്കുന്ന കുട്ടിയല്ലേ. പിന്നെ 3 മക്കള് നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയാണ്. 3 മക്കൾ നഷ്ടപ്പെട്ട അവരൊക്കെയാണ് ഇവരെ അപമാനിച്ചത്. അവരെ വിളിച്ചു എന്ന് പറഞ്ഞു. ആരെ? അവരെ വിളിച്ചിരുന്നു. അവർക്ക് ഇതിൽ പ്രശ്നമില്ല എന്നുള്ള ഒരു വാർത്ത കൂടി അടുത്ത ദിവസം അവർ കൊടുക്കുകയുണ്ടായി. ഇത് ട്രോളും കാര്യങ്ങളും പിന്നെ വിഷയമായപ്പോ ഈ സ്മൃതി വിളിച്ചിട്ട് വീണ്ടും എന്താ പറയുന്നത് അറിയോ? നിങ്ങളെ ഇത് പിന്നെ ആരെങ്കിലും പ്രഷറാക്കി കൊണ്ടുപോയതല്ലേ 2-3 തവണ ചോദിച്ചെന്ന് പറഞ്ഞത്. ഇത് ചോദിക്കാനാണോ വിളിക്കേണ്ടത്? എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഇവർ ചാനലിൽ ഈ വിഷയം വന്നതിന് ശേഷം മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ അതിനൊരു സോറി പറയാനല്ലേ വിളിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ പ്രതീക്ഷിച്ചത്. വീണ്ടും വിളിച്ചിട്ട് വീണ്ടും എന്താ ചോദിക്കുന്നത്? നിങ്ങളാരെങ്കിലും കൊണ്ടുപോയതല്ലേ, നിങ്ങളെ കൊണ്ടുപോയതാണ്, ആ രൂപത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ശരിയല്ല. പിന്നെ ഇത് മാത്രമല്ല അവർ പറയുന്നത്, OJ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്ന് സംസാരിച്ചല്ലോ, ഞങ്ങളെ വിറ്റ് ആ പണം കൊണ്ട് പുട്ടടിച്ചവർ ടൗൺഷിപ്പിനെ അപമാനിക്കാൻ വരുന്നു. ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ദുരന്തബാധിതർ പറയുന്നത്. അതും കൂടി നമുക്ക് കേൾക്കാം. ഇത് ലീക്കാണെന്നും പറഞ്ഞ് ചില ചാനലുകൾ ഇത് എന്താ പറയുക, ഇതിനെ മൊത്തം ഒന്ന് മോശമാക്കി കാണിക്കാൻ വേണ്ടി ഒരു അജണ്ടയായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ പറയേണ്ട ഒരു കാലം, ഇത്രയും നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്ത ഒരു ടൗൺഷിപ്പിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും ആ ഒരു പരാതിയില്ല. ജോഷ്ന ഒന്ന് മനസ്സിലാക്കണം, ഇപ്പം നിലവിൽ ഇവിടെ പിന്നെ ഈ സർക്കാരിൻ്റെ വീട് വേണ്ട 15 ലക്ഷം വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം വാങ്ങിപ്പോയ ആളുകളില്ലേ, അവർ തിരിച്ച് വരാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുക. ഇവിടെ മോശമാണെങ്കിൽ അങ്ങനെ കൊടുക്കുമോ? ഈ ടൗൺഷിപ്പ് മോശമാണ്. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഈ ചാനലുകളെയും അതുപോലെ തന്നെ ജനീഷിനെ അടക്കമുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? ജനീഷ് ടൗൺഷിപ്പ് തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ ഇന്നലെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട്. ഇത്രയും ഒരു സംസ്ഥാനം ഈ ദുരന്തബാധിതർക്ക് കൊടുക്കുന്ന ഒരു ടൗൺഷിപ്പ് ഈ യൂത്ത് ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴാണോ വരേണ്ടത്? അല്ല. അപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തുനിന്ന് ഈ അവരെ ഒരു പ്രവർത്തകന്റെ ഒരു പ്രവർത്തനം ഉപയോഗിച്ച് ഈ ടൗൺഷിപ്പിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ ഓടി വന്നതാണ്. അതാണ് നാടകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൗഫലിനെ കുറിച്ചാണല്ലോ വലിയ ചർച്ചകൾ നടന്നത്. നൗഫലിന്റെ അഭിപ്രായം മാത്രമാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഒരു വീടല്ല, 3 വീടുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഗുണനിലവാര പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് എന്നും ഒക്കെ വ്യക്തമായി കഴിഞ്ഞു. ഗുണനിലവാര പരിശോധന നടത്തുന്നത് തന്നെ ഇത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനാണ്, അത് പരിഹരിക്കാനാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച് വീടുകൾ എല്ലാം മോശമാണ്, ചോരുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതിന് കൂട്ടുനിന്നു കോൺഗ്രസ് പ്രവർത്തകനായ നൗഫൽ. അവിടെയാണ് പ്രശ്നം. നൗഫലിനെയാണ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ദുരന്തബാധിതർ. അതോടൊപ്പം തന്നെ വയനാട് ടൗൺഷിപ്പിനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന സംശയം പോലും ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് മാതൃകയായ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെയെല്ലാം, അതല്ലെങ്കിൽ അതിൻ്റെ നിറം കെടുത്താൻ
നടക്കുന്ന ഈ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞേ തിരിച്ചറിയുക തന്നെ ചെയ്യും കേരളം.